ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്ത്, പുതിയ വായനയിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 31, ഒന്നാമത്തെ വായനാ ഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം. ഇതും എലീശ പ്രവാചകൻ തന്നെ. എലീശ പ്രവാചകനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, നയമാൻ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം അരാം രാജാവിൻ്റെ സേനാപതിയാണ്. അദ്ദേഹത്തിന് ആ അരാം രാജാവിൻ്റെ മുമ്പിൽ നല്ല സ്ഥാനമൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സേനാപതി വളരെ വലിയ വിജയങ്ങളൊക്കെ ആ രാജ്യത്തിന് അരാം രാജാവിന് നൽകിയതുകൊണ്ട് വളരെ ഒരു പ്രധാന സ്ഥാനത്ത് മാന്യനും മഹാനുമായിട്ടൊക്കെ ജീവിച്ചു വരികയാണ്. പക്ഷേ അദ്ദേഹം കുഷ്ഠരോഗിയാണ്. എന്നാൽ ഈ കുഷ്ഠരോഗം അദ്ദേഹത്തിനുള്ളപ്പോൾ അവിടെ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നൊരു പെൺകുട്ടി ഈ നയമാൻ്റെ ഭാര്യയുടെ ശുശ്രൂഷ ചെയ്തു വന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൾ ഈ യജമാനത്തിയോട്, അതായത് ഈ നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു, ശമര്യയിലെ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നെങ്കിൽ കുഷ്ഠരോഗം മാറുമായിരുന്നു, മാറ്റിക്കൊടുക്കാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയുന്നു. അത് എലീശ പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഇത് കേട്ടിട്ട് ആ സ്ത്രീ അവരുടെ ഭർത്താവിനോട് പറഞ്ഞു, നയമാൻ അത് എന്ന് അരാം രാജാവിനോടും പറഞ്ഞു. അരാം രാജാവ് ഒരു കാര്യം ചെയ്തത്, ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് എഴുതി കൊടുത്തു. ആ കത്തും കൊണ്ട് ആൾക്കാരവിടെ ചെന്നു. കത്ത് വായിച്ചിട്ട് ഇസ്രായേൽ രാജാവാകെ പരിഭ്രാന്തനായി. കാരണം ഈ കുഷ്ഠരോഗം മാറ്റി കൊടുക്കാനും പറഞ്ഞ് കത്തൊരാളെ പറിച്ച് ഒരാളെയും കത്തും കൊടുത്ത് വിട്ടിരിക്കുന്നു. ഈ കുഷ്ഠരോഗം മാറ്റി കൊടുക്കാൻ എനിക്കെങ്ങനെ കഴിയും? ഞാനാരാണ്? ഇത് മറ്റൊന്നിനുമല്ല, യുദ്ധത്തിന് കാരണം അന്വേഷിക്കാനാണ് ഇയാൾ ചെയ്യുന്നത്. അരാം രാജാവ് നമ്മളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു കാരണം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലായി. അയാളത് അങ്ങനെയാണ് രാജാവ് പറയുന്നത്. രാജാവ് വസ്ത്രം കീറി എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ഇങ്ങനെ വസ്ത്രം കീറി, ഈ ഒരു വിവരം അറിഞ്ഞ് വസ്ത്രം കീറി എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടു. എലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു, നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറഞ്ഞു. ഈ വിവരം നയമാനെ അറിയിച്ചു. നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു. അപ്പോൾ വീട്ടുവാതിൽക്കൽ വന്നു. എലീശയുടെ ഒരു സ്ഥിരം സ്വഭാവം, എലീശ പ്രവാചകൻ്റെ സ്വഭാവം. എന്നിട്ട് അദ്ദേഹം അയാളെ പുറത്ത് വന്ന് കാണാനൊന്നും നോക്കിയില്ല. അവിടെ ഇരുന്നിട്ട് തന്നെ ആളയച്ചു നയമാനോട് പറഞ്ഞു, നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം കുളിച്ചാൽ മതി, അപ്പം നിൻ്റെ ശരീരമൊക്കെ ശുദ്ധമായി, നീ പഴയ പോലെ ആവും എന്ന്. നയമാൻ ഇത് ഭയങ്കര ദേഷ്യമായി. ഒന്ന്, ഇത്രയും ദൂരം ആള് കൂട്ടി ഇവിടെ വന്നിട്ട് എലീശ ഇറങ്ങി വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. മാത്രവുമല്ല, അയാൾ പറഞ്ഞത്, എനിക്ക് അവിടെ വേറെ ഇതിനേക്കാളും നല്ല നദികളൊക്കെ ഇല്ലേ, ആ നദികളിൽ കുളിച്ചാൽ പോരെ, ഇവിടെ വന്ന് കുളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് അതും വെച്ചു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, പിതാവെ, പ്രവാചകന് വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിട്ട് നീ ചെയ്യാതിരിക്കും, അങ്ങനെ നീ ചെയ്യുമല്ലോ, പിന്നെ കുളിച്ചു ശുദ്ധരാകുക എന്ന് പറഞ്ഞ ഈ ചെറിയ കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഭൃത്യന്മാർ വന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദർശൻ്റെ വചനപ്രകാരം യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ ബാലൻ്റെ ശരീരം പോലെയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശുദ്ധനായി തീർന്നു, അവൻ്റെ കുഷ്ഠരോഗം പൂർണ്ണമായി മാറി. ഇത് ഒരു നന്ദി കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നയമാൻ തിരിച്ച് ദൈവപുരുഷൻ്റെ അടുക്കൽ വന്ന്, ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവവുമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറയുകയാണ്. ഞാനിനി ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവങ്ങൾക്കും ഹോമയാഗവും ഹന്നയാഗവും കഴിക്കുകയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഒരു ക്ഷമ ചെയ്യണം. എൻ്റെ യജമാനായ അരാം രാജാവ് ക്ഷേത്രത്തിൽ നമസ്കരിക്കാൻ പോകുമ്പം ഞാനും അവനോടുകൂടെ പോയി ഒന്ന് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെല്ലും അല്ലെങ്കിൽ എന്ന് പറയും. ശരി, നീ സമാധാനത്തോടെ പോകാം എന്നും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി അയാൾ തയ്യാറാകുന്നുണ്ട് എലീശ പ്രവാചകൻ പറഞ്ഞു, ഇല്ലില്ല, എനിക്കൊരു സമ്മാനവും വേണ്ട എന്ന് പറഞ്ഞു. വീഴുന്ന നിർബന്ധിച്ചു. ഇല്ല, ഞാൻ നിൻ്റെ ഒരു സമ്മാനവും വാങ്ങുകയില്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടു.
പക്ഷെ ഇതിനിടയ്ക്ക് ഈ എലീശ പ്രവാചകന്റെ ബാല്യക്കാരിലൊരു ഗേഹസി എന്നൊരാളുണ്ട്. ഗേഹസി നമ്മൾ നേരത്തെയും ഗേഹസിയെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ട്. ഗേഹസി ഇത് വാങ്ങിക്കാതെ വിട്ടത് മോശമായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ നയമാൻ്റെ ആൾക്കാരുടെ പുറകെ ചെന്നിട്ട് നയമാനോട് പറഞ്ഞു, നമ്മുടെ 2 പ്രവാചക ശിഷ്യന്മാർ യൗവനക്കാർ എഫ്രൈമിൽ നിന്ന് വന്നു, അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമെന്ന് പറഞ്ഞു. പറയാൻ പറഞ്ഞു, അല്ല, ഈ നയമാൻ പറഞ്ഞു 1 താലന്തല്ല 2 താലന്ത് വെള്ളി സ്വീകരിക്കണം. അങ്ങനെ 2 താലന്ത് വെള്ളിയെ കൊടുത്തു വിട്ടു. ഇവിടെ എന്നാൽ തിരികെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എലീശയുടെ മുമ്പിൽ നിന്ന ഗേഹസിയോട് എലീശ പ്രവാചകൻ ചോദിച്ചു, ഗേഹസി നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയങ്ങും പോയില്ല എന്ന് മറുപടിയും പറഞ്ഞു. ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ, ആരാണ്? നയമാൻ്റെ പുറകെ പോയല്ലോ, നയമാൻ്റെ പുറകെ പോയി നയമാൻ അവിടെ നിന്ന് ഇറങ്ങി രഥത്തിൽ നിന്ന് ഇയാൾ ഗേഹസി വരുന്ന കണ്ടുകൊണ്ട് ഇറങ്ങി എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടി പോയിരുന്നില്ല, അപ്പം ഞാനും നിന്നോടുകൂടി ഉണ്ടായിരുന്നു എന്ന് നീ അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ആരും പറയാതെ തന്നെ എലീശ പ്രവാചകൻ അറിഞ്ഞു. ഞാനിവിടെ കാണുന്നത് 2 അത്ഭുതങ്ങളാണ് കാണുന്നത്. അതിൽ ഒരത്ഭുതമാണ് നമ്മൾ ഇപ്പം നേരത്തെ കണ്ടത്, കുഷ്ഠരോഗം സൗഖ്യമാക്കിയത് നയമാൻ്റെത്. രണ്ടാമത്തത് നമ്മൾ ഈ അടുത്ത് വായിക്കാൻ പോകുന്നതാണ്. ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നു സമയം. നീ ചെയ്ത് ശരിയായില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ഞാൻ ഒഴിവാക്കി വിട്ടൊരു കാര്യം, വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം നീ എന്തിനു പോയി വാങ്ങിച്ചു? നിനക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടായി, അങ്ങനെയാണല്ലോ നീ അത് പോയി വാങ്ങിക്കാൻ തയ്യാറായത്. അത് ചെയ്തത് തെറ്റായി എന്നയാളെ ബോധ്യപ്പെടുത്തുകയും നയമാൻ്റെ കുഷ്ഠം നിനക്കും എൻ്റെ തലമുറയ്ക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ അയാൾ വെളുത്ത് കുഷ്ഠരോഗിയായി അയാളെ വിട്ടു പോവുകയാണ്, എലീശ പ്രവാചകനെ വിട്ടു പോവുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു അത്ഭുതമായിട്ട് കാണുന്നത്. ഞാനൊരു മൂന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞത് നയമാൻ്റെ അടുത്ത് ഗേഹസി പോയി എന്നുള്ളത് എലീശ പ്രവാചകൻ അറിഞ്ഞു എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ ഒരു അത്ഭുതമായി ഞാൻ കാണുന്നത്. ഇത് ആരും പറഞ്ഞിട്ട് അറിഞ്ഞതായിരിക്കാൻ വഴിയില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എലീശ പ്രവാചകനും നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമായി 5-ാമത്തെ അധ്യായം കാണുകയാണ്. എലീശ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത്തെ വായനാഭാഗം വിലാപങ്ങൾ പുസ്തകം 1-ാമത്തെ അധ്യായം. വിലാപങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ലാമന്റേഷൻസ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഉള്ളത്. ഇത് ഈ പേര് പറയുന്നത് പോലെ തന്നെ വിലാപം തന്നെയാണ്, ഏങ്ങലടിച്ച് കരയലാണ്, അല്ലെങ്കിൽ ദുഃഖത്തോടുള്ള കരച്ചിലാണ്. അത് എന്തുകൊണ്ടാണ് ആ വിലാപങ്ങൾ? ഇന്ന് നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവസാനത്തിലും അതുപോലെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാനത്തിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് യഹൂദ ദേശത്തിനും യെരുശലേമിനും യെരുശലേം ദേവാലയത്തിനും അവിടുത്തെ ജനത്തിനും ഒക്കെ വന്നിരിക്കുന്ന കഷ്ടം, രാജ്യമല്ലാതായി തീർന്നിരിക്കുന്നു. അവിടെ ജനങ്ങളില്ല. ജനത്തിൽ പ്രധാനപ്പെട്ട കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു പല പ്രാവശ്യമായിട്ട്. ഇന്ന് പട്ടണവും ശൂന്യമായിരിക്കുന്നു. ദേവാലയം ഇടിച്ച് നശിപ്പിച്ചിരിക്കുന്നു. തീ വെച്ച് ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളും തീ വെച്ച് ചുട്ടിരിക്കുന്നു. ആ ദേശത്തിലെ വീടുകളൊക്കെ ചുട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇത് കാണുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന വിലാപം, കരച്ചിൽ, വേദന, സങ്കടം, അത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇത് എഴുതിയത് യിരെമ്യാ പ്രവാചകൻ തന്നെയാണ്. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ? ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയവേലക്കാരത്തിയായതെങ്ങനെ? യഹൂദയെ സംബന്ധിച്ച് യെരുശലേമിനെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നതാണ്. ജനപൂർണയായിരുന്ന നഗരം
ജാതികളിൽ മഹതിയായിരുന്നവൾ, സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ എന്നൊക്കെയാണ് അവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ആ ഒരു കഷ്ടത്തെ സംബന്ധിച്ചൊക്കെയാണ് ഇതിൽ ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. അതിൽ സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി. അവളുടെ പ്രഭുക്കന്മാർ മേച്ചൽ കാണാത്ത മാനുകളെ പോലെയായി. പിന്തുടരുന്നവന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു. യെരൂശലേം കഠിനപാപം ചെയ്തിരിക്കൊണ്ട് മലിനയായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്ക് തിരിയുന്നു. ഇത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തിൻ്റെ ഒരു അവസ്ഥയെ കണ്ട് യിരെമ്യാ പ്രവാചകൻ വിലപിക്കുന്ന ഒരുപാട് വാക്യങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ 10-ാം വാക്യത്തിൽ അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. അത് സംഭവിച്ചു. വിശുദ്ധ മന്ദിരത്തിനകത്ത് മറ്റ് ജാതികൾ കടന്നു വരികയും അവരതിനെ ചവിട്ടിക്കളയുകയും അവിടുന്ന് സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ, അന്ന് ശലോമോൻ രാജാവിൻ്റെ കാലത്ത് വച്ചിരുന്ന പ്രധാനപ്പെട്ട ദേവാലയം വക ഉപകരണങ്ങൾ, പുരോഹിത ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും യാഗങ്ങൾക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അവർ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ആളുകൾ അകത്ത് കടന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. 14-ാമത്തെ വാക്യത്തിൽ എൻ്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. അവൻ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു. അവൻ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. എനിക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ദൈവം ചെയ്തതാണെന്നുള്ള ഏറ്റുപറച്ചിൽ, ജനം ഏറ്റുപറയുന്നത് പോലെയാണ് യിരെമ്യാ പ്രവാചകൻ അവിടെ എഴുതിയിരിക്കുന്നത്. 18-ാമത്തെ വാക്യത്തിൽ യഹോവ നീതിമാൻ, ഞാൻ അവൻ്റെ കൽപ്പനയോട് മത്സരിച്ചു. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ, എൻ്റെ വ്യസനം കാണണമേ. എൻ്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഈ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്, പ്രവാസത്തിലേക്ക് പോയതിന് ശേഷമുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെടുന്നതും. 21-ാമത്തെ വാക്യത്തിൽ ഞാൻ നെടുവീഴ്പ്പെടുന്നത് അവർ കേട്ടു. എന്നെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. എൻ്റെ ശത്രുക്കളൊക്കെയും എൻ്റെ അനർത്ഥം കേട്ടു. നീ അത് വരുത്തിയത് കൊണ്ട്, ദൈവം വരുത്തിയത് കൊണ്ട്, ദൈവമാണിത് വരുത്തിയത്, നീ അത് വരുത്തിയത് കൊണ്ട് സന്തോഷിക്കുന്നു. നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും, അന്ന് അവരും എന്നെ പോലെയാകും. ഒരു പ്രത്യാശയുടെ ഒരു എഴുത്താണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശത്രുക്കളെ പോലെ അവരിന്ന് സ്വതന്ത്രരായിരിക്കുന്ന പോലെ ഞാനും ഒരു നാൾ സ്വതന്ത്രരാകും എന്നുള്ളതായിരിക്കണം ആ വാക്യത്തിലെ എഴുത്തെന്നാണ് കരുതുന്നത്. നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും, അന്ന് അവരും എന്നെ പോലെയാകും എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കൾ, ഇന്ന് ശത്രുക്കൾ സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ അവർ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങൾ ഇന്നൊരു വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. ഞങ്ങൾക്കൊരു ദിവസം വരും, ആ ദിവസം ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയവർ ഈ അവസ്ഥയിലാവും എന്നുള്ള ഒരു പ്രത്യാശയും ഒരു വരാനിരിക്കുന്ന കാലത്തെ സംബന്ധിച്ചുള്ള പ്രവചനവും നമുക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയും. 3-ാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാമത്തെ അധ്യായം 13 നമ്മൾ കണ്ടു. സ്നേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഈ 14-ാം അധ്യായം അതിൻ്റെ തുടർച്ച തന്നെയാണ്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, നല്ല ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അത് വാഞ്ചിപ്പീൻ, അത് ആഗ്രഹിക്കുന്നു, അത് ആണ്. പക്ഷെ അതിലുപരിയായി സ്നേഹം എന്നത് മറ്റൊരു വലിയ വരമാണ്, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വരമാണ് എന്ന് തന്നെയാണ്. ശ്രേഷ്ഠവരം ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠ മാർഗം നിങ്ങൾ കാണിച്ചു തരാം. അപ്പം ആ ശ്രേഷ്ഠ മാർഗം എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരെ നേടുവാൻ, അതിൻ്റെ പർപ്പസ് അതാണ്. ഈ വരങ്ങൾ എന്തിനാണ്? ദൈവിക കാര്യങ്ങളെ മറ്റുള്ളവരോട് അറിയിക്കുവാനും ദൈവികമായി മറ്റുള്ളവരെ ചേർക്കുവാനും നേടുവാനും വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്യഭാഷയും ഒക്കെ തന്നിരിക്കുന്ന വരങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ വരങ്ങളെ സംബന്ധിച്ച് അത് നിന്നു പോകുമെന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന മറ്റൊരു ശ്രേഷ്ഠമായ വരം സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുവാൻ, സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ നേടുവാൻ ദൈവം പകർന്നു തന്നിരിക്കുന്ന ആ വരത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു നിർത്തിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, എങ്കിലും ആത്മീയ വചനങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ എന്നും തന്നെയാണ് അന്നത്തെ കാലത്ത് ആ ജനത്തോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പിന്നെ താഴോട്ട് ഈ ആത്മീയ വരങ്ങളെക്കുറിച്ച്, അതിൽ അന്യഭാഷയെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്യഭാഷ എന്താണെന്ന് അറിയണമെങ്കിൽ
അന്യഭാഷയെക്കുറിച്ച് ഇതിനകത്ത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു പ്രധാന കാര്യം, കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ഒരുങ്ങും. അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? അപ്പോൾ കേൾക്കുന്നവൻ്റെ ഭാഷ വ്യക്തമായി പറയുന്നതാണ് അന്യഭാഷ. പക്ഷെ പറയുന്നവന് കേൾക്കുന്നവൻ്റെ ഭാഷ അറിയില്ല. അങ്ങനെ മറ്റൊരുവൻ്റെ ഭാഷ ഒരുവൻ അറിയാതിരിക്കുകയും അവന് ആ ഭാഷ അറിഞ്ഞുകൂടാത്തവന് സംസാരിക്കുകയും വേണം എന്ന ആവശ്യമിരിക്കുകയും ചെയ്യുമ്പോൾ ആ സംസാരിക്കുന്ന ആ ആളുടെ നാവിൽ നിന്ന് കേൾക്കുന്നവൻ്റെ ഭാഷ പുറപ്പെട്ടു വരുന്നതാണ് അന്യഭാഷ. അന്യഭാഷ വെറുതെ ബഹളത്തിന് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ അവന് അന്യഭാഷ വരമുണ്ടെന്ന് കാണിച്ച് ജനത്തിൻ്റെ പുകഴ്ച ലഭിക്കുവാനും ഉള്ളതല്ല. മറിച്ച് അത് മറ്റൊരാളുടെ പ്രയോജനത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതാണ് എൻ്റെ പർപ്പസ് ഇല്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പം അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായി അന്യഭാഷ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഈ അധ്യായത്തിൽ വിശദമായി സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് എൻ്റെ 20 സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ ഏറിയാൽ 3 പേരോ ആകട്ടെ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ദൈവം കൊടുക്കുന്നതാണ്, അല്ലാതെ മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല എന്നുകൂടി ഈ സമയം ഓർക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്നപോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ല, സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ഇവിടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ വേറൊരു തെറ്റായ രീതിയിൽ കാണണ്ട. പുരുഷന്മാരുടെ ഉള്ള സഭയിൽ അവരെ പ്രബോധിപ്പിക്കുകയോ അവരുടെ മേളിൽ വചനത്തെ സംബന്ധിച്ച് ഉപദേശിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്ക് സ്ത്രീകൾ പെരുമാറരുതെന്നുള്ളതാണ്. അല്ല സഭയിലൊരു പാട്ട് പാടുന്നതോ സഭയിൽ വരുന്ന പുരുഷനോട് സംസാരിക്കുകയോ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുകയോ പാട്ട് പാടുകയോ ഒന്നും ചെയ്യുന്നതിനെ സംബന്ധിച്ചില്ല. മറിച്ച് പുരുഷനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം, ഒരു പ്രബോധനമോ എന്തെങ്കിലും ചെയ്യാൻ തക്കവണ്ണം ഒരു മേൽ അധികാരത്തിൽ നിന്നുകൊണ്ട് സഭയിൽ, വിശുദ്ധന്മാരുള്ള സഭയിൽ അത് ചെയ്യരുതെന്നുള്ള അർത്ഥത്തിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാം ഉചിതമായി, സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ. സഭകൾക്കുള്ളിലുള്ള കാര്യങ്ങളാണ് ഇത്. ഇപ്പം നമ്മൾ വായിച്ചത് സഭകൾക്കുള്ളിലുള്ള കാര്യങ്ങളാണ്. ഈ ആത്മീയ വരങ്ങളെ സംബന്ധിച്ചായാലും അതിൻ്റെ പ്രകടനങ്ങളായാലും ഒക്കെ സംബന്ധിച്ചത് സഭായോഗങ്ങളിൽ സഭയ്ക്കുള്ളിൽ ഒക്കെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് അതൊക്കെയും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്.